മലയാറ്റൂരിനടുത്ത് ഇല്ലിത്തോട്ടിലാണ് ഈ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണത്. ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണെന്ന് കരുതുന്നു. തീരെ ചെറിയ വായ്വട്ടമുള്ള ഒരു പൊട്ടക്കിണറാണ്. ഏതാണ്ട് ഒരു 12 അടിയിലധികം ആഴം വരും ഇതിന്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണത്. കിണറ്റിൽ വെള്ളമുണ്ട്. വെള്ളത്തിൽ കിടന്ന് കാട്ടാനക്കുട്ടി കൈകാലിട്ട് അടിക്കുന്നതും ഇടയ്ക്ക് അലർന്നും ഒക്കെയുണ്ട്. അതിൻ്റെ ഒരു ശബ്ദം ഇടയ്ക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒരു കാട്ടാനകളുടെ ഒരു സംഘം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ നിന്നും ഒരു കാട്ടാനക്കുട്ടിയാണ് ഈ പൊട്ടക്കിണറ്റിൽ വീണത്. മറ്റേ കാട്ടാനക്കൂട്ടം അതിനുശേഷം ദൂരേക്ക് മാറിപ്പോയി. പക്ഷേ ഈ കാട്ടാനക്കുട്ടി കിണറ്റിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ അല്ലെങ്കിൽ അലറുമ്പോൾ ദൂരെ നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനകളുടെ സംഘം ഇതിനടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകളെത്തി, പോലീസ് എത്തി, അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കാട്ടാനക്കൂട്ടം കുറച്ച് മാറിയിട്ടുണ്ട്. ഈ ദൂരെ കാണുന്ന ഈ റബ്ബർ തോട്ടത്തിന് മുകളിൽ എന്ന് പറയുന്നത് വനമേഖലയാണ്. ആ വനമേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇപ്പോഴുള്ളത്. ഇടയ്ക്കിടയ്ക്ക് രാവിലെ പല സമയങ്ങളിൽ അവിടെ നിന്ന് ഈ കിണറിന്റെ ഭാഗത്തേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങി വന്നിരുന്നു. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പാണിത്. ആ റബ്ബർ തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റ് ഈ റബ്ബറും അതുപോലുള്ള പാഴ്മരങ്ങളിലൊക്കെ ഇന്നലെ രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം ഒടിച്ചിട്ടതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞൊരു 6 മാസക്കാലത്തോളമായി ഇവിടെ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായിരുന്നു. ഇവയെ പലപ്പോഴും കൃഷിനാശം മറ്റും സംഭവിക്കുന്നുണ്ടായിരുന്നു. റബ്ബർ മരങ്ങളും മറ്റും ഒടിക്കുകയും മറ്റ് കൃഷികൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് എന്ന് പറയാം, ജീവാപായമോ അല്ലെങ്കിൽ അത്ര വലിയ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. മലയാറ്റൂർ വനമേഖലയുടെ ഭാഗമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. നമുക്ക് ആ കിണറ്റിലെ കാഴ്ചകളിലേക്ക്, അതായത് കാട്ടാനക്കുട്ടി കിടക്കുന്നത് കിണറിൻ്റെ വക്കിടിയുമോ എന്ന ഭയമുള്ളതുകൊണ്ട് അധികം അടുത്തേക്ക് പോകാനാവില്ല. ഫോറസ്റ്റും പോലീസും ഒക്കെ നമ്മളെ തടയുന്നുണ്ട്. കാരണം ഒരു അപകട സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ ഇത്രയും അടുത്ത് നിന്ന് ഇത്രയും ദൃശ്യങ്ങൾ മാത്രമേ നിലവിൽ നൽകാനാവൂ. മാത്രമല്ല ഈ കിണറിൻ്റെ വായ്വട്ടം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതിനെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം ഒരു 12 അടിയിലധികം താഴ്ച വരുന്നുണ്ട്. ഇത്രയും ഭാഗം ഇനി JCBയോ മറ്റോ കൊണ്ടുവന്ന് കിണറിന്റെ വായുവട്ടം ഇടിച്ച് ഏതാണ്ട് നിരപ്പാക്കിയതിനു ശേഷം വേണം ഈ കാട്ടാനക്കുട്ടി കൂടുതൽ ആൾക്കൂട്ടവും മറ്റും ബഹളവും മറ്റും കേട്ടപ്പോൾ ആന അലർന്ന ആ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാം. അതെ, കൂടുതൽ ആൾക്കൂട്ടവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആന അതിൻ്റെ ഒരു അസ്വസ്ഥത കൂടി ആയിരിക്കാം പ്രകടിപ്പിക്കുന്നത്. എന്തായിരുന്നാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇതിനെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത്. അതേസമയം ഈ കാട്ടാനകളുടെ ശല്യത്തിൽ വലയുന്ന ആൾക്കാരും പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആനകളെ തുരത്താൻ ഇനിയും ഒരു നടപടി പലപ്പോഴും ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം. ദിവസങ്ങളായി ഇത്തരത്തിൽ ആനയുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 28ഓളം ആനകൾ വന്നിരുന്നു എന്ന് പറയുന്നു. കാട്ടാന കൂട്ടം തന്നെയായിരുന്നു വന്നിരുന്നത്. ഈ കിണർ മാറ്റുന്നതിന് വേണ്ടി, അതായത് കിണറിൻ്റെ സൈഡ് ഇടിക്കുന്നതിന് വേണ്ടി JCB എത്തിയിട്ടുണ്ട്. പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ഈ ആനക്കുട്ടിയെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. കാരണം 12 അടിയിലധികം താഴ്ചയുണ്ട്. പഞ്ചായത്ത് റോഡിൽ നിന്ന് അടുത്ത് തന്നെയാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ 12 അടിയോളം കിണർ ഏതാണ്ട് ഒരു വശമെങ്കിലും ഇടിച്ച് താഴ്ത്തി നിരപ്പാക്കിയതിന് ശേഷം മാത്രമേ ഈ ആനക്കുട്ടിയെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം കാലടി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ ഉൾപ്പെടെ മറ്റ് ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമായി എത്തിയിട്ടുണ്ട്. കാട്ടാനക്കുട്ടി ഈ കിണറിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് കാണാം കിണറിൻ്റെയും മറ്റും വക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അടുത്തേക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ ക്യാമറ ദൂരേക്ക് നീട്ടിപ്പിടിച്ചാൽ മാത്രം കാട്ടാനക്കുട്ടിയെ ഈ കിണറിനുള്ളിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും. വെള്ളമുണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ പൊട്ടക്കിണറ്റിലാണ് കാട്ടാനക്കൂട്ടം വീണത്. അതേസമയം ജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളും ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. കൂടിയിരിക്കുന്ന പ്രദേശവാസികളായ ആളുകൾ വനംവകുപ്പ് കൂടുതൽ ശുഷ്കാന്തി കാണിക്കണം. നേരത്തെ തന്നെ ഈ വേലികളും മറ്റും പണിയുന്നതിന് പണം അനുവദിച്ചിരുന്നു എങ്കിൽ തന്നെ ആ പണം ഇനിയും വിനിയോഗിച്ചിട്ടില്ല. ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആനകളും മറ്റ് കാട്ടുമൃഗങ്ങളും ഇറങ്ങിയ കാര്യം അറിയിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പലപ്പോഴും വാഹനമില്ല എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. തുടങ്ങിയ കാര്യങ്ങളാണ് നാട്ടുകാർ അത്തരം ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. മലയാറ്റൂർ മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വലിയ ഒരു ജനവാസ മേഖലയാണ്. ഒപ്പം വളരെ വിസ്തൃതമായ ഒരു വനമേഖല കൂടിയുള്ള പ്രദേശമാണ് ഈ മലയാറ്റൂർ ഫോറസ്റ്റ് മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമില്ല. കാരണം ഒരു പ്രദേശത്തൊരു വന്യമൃഗം ഇറങ്ങി എന്നുള്ള വാർത്ത കേട്ട് ഉദ്യോഗസ്ഥർ